ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൊരു 8 ദിവസത്തെ ഗ്യാപ്പൊക്കെ വരുന്നത്. ജിയുടെ സിനിമ നിർത്തൽ തന്നെയാണ് കാരണം. അതുകൊണ്ട് തന്നെ ചില ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാകണമെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ജനനം കഴിയുന്നവരെ വിജയ് അപ്ഡേറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നത് അവസാന പടമായിട്ട് പോലും എന്തുകൊണ്ടാണ് വിജയ് പുള്ളി ടോപ്പ് സ്റ്റാർ ഭഗവാൻ കേശരി റെഫറൻസായി തിരഞ്ഞെടുത്തു? ഒരു തെറ്റായ തീരുമാനമാണോ? നമുക്ക് നോക്കാം. ഭഗവാൻ കേശരി ഈ പടത്തിന്റെ കഥയെന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്പിക്കൽ സ്റ്റോറിയാണ്. ഓരോ ലാംഗ്വേജ് ഇൻഡസ്ട്രി അനുസരിച്ച് ഈ സ്റ്റോറിയെ മാറ്റിയെടുക്കാം. ഈ പടത്തെ സ്റ്റോറി നമുക്ക് വേണമെങ്കിൽ ക്ലാസ് ആയിട്ട് എടുക്കാം. യാതൊരു മസാലയൊന്നും ഇല്ലാണ്ട് നോർമൽ റിയലിസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ കുറച്ച് മീറ്റർ കൂട്ടി മാസമായിട്ടും എടുക്കാം. ഒരു വിജയ് രജനി സ്റ്റൈൽ, അതായത് ഇവരുടെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കത്തിയുമാകത്തില്ല, എന്നാൽ റിയലിസ്റ്റിക്കുമല്ല, ഒരു കറക്റ്റ് മീറ്റർ നിൽക്കും. ഈ ആ സ്റ്റോറി മുകളിലെടുത്ത് പോകുമ്പോഴാണ് ബാലയെ ചെയ്ത പോലെ ദുരന്ത മെറ്റീരിയൽ ആവുന്നത്. സത്യം പറഞ്ഞാൽ ഈ കേസരിലെ സ്റ്റോറി ഒരു കൊമേഴ്ഷ്യൽ ഹീറോയ്ക്ക് ആപ്റ്റായ സ്റ്റോറി തന്നെയാണ്. എന്നാൽ ബാലയ പടത്തിൽ നിന്ന് അതിന് ജനനായകനിലോട്ട് എടുക്കുമ്പോൾ ആ പടത്തിലെ ചവർ ഫൈറ്റ് സീൻസ് ഒക്കെ എടുത്ത് തോട്ടിലെറിയണം. അതിനുശേഷം അതിൽ ക്രിഞ്ച് വെറുപ്പിക്കാനുള്ള സീൻസും ഡയലോഗ്സൊക്കെ തൂക്കി ഡസ്റ്റ്ബിൻ ബോക്സിൽ ഇടണം. അതിനുശേഷം അത് വിജയുടെ മീറ്ററിലേക്ക് കൊണ്ടുവരണം. തെറി മൂവിക്കില്ലേ ആ ലെവലിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ ടോട്ടിലെറിഞ്ഞ ഫൈറ്റ് സീൻസൊക്കെ വിജയുടെ സ്റ്റൈലാക്കണം. ഭഗവാൻ കേശരിലെ ഫൈറ്റ് സീനൊക്കെ കണ്ടാൽ തന്നെ എന്ത് തേങ്ങെങ്കിലും ചെയ്യുന്ന മൈൻഡാണ്. അതിനെ ഡെപ്തായിട്ട് ലിയോയിലൊക്കെ ഉള്ള പോലെ ഫൈറ്റ് സീൻസ് ആക്കണം. ഇത്രയും മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഒരു കൊമേഴ്ഷ്യൽ മൂവി നിലയ്ക്ക് വാച്ചബിൾ ആവും. പിന്നെ ഡയറക്ടർ സ്ക്രീൻ പ്ലേ ചേഞ്ച് വരുന്ന പോലെ ഇരിക്കും. ഒരു എക്സ്ട്രാ ഓർഡിനറി പടം കിട്ടുന്നതും വാച്ചബിൾ മൂവി ആകുന്നതും. പക്ഷേ നമ്മൾ അറിഞ്ഞിടത്തോളം ഭഗവന്ത് കേശരി റീമേക്ക് അല്ല, ജനനായകൻ ജസ്റ്റ് 1-2 ലോങ് സീൻസ് മാത്രമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ലീഗൽ ഇഷ്യൂ വരാതിരിക്കാനാണ് റൈറ്റ്സ് വെച്ചിരിക്കുന്നത്. കാരണം കേസരിയും പൊളിറ്റിക്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. ജനനായകനിൽ പറയുന്നത് പൊളിറ്റിക്സ് ആണ്. എനിക്ക് തോന്നുന്നത് കേസരിൽ നിന്ന് ജനനായകനിൽ വരുന്ന സീനൊന്ന് മറ്റേ ബാലയ സ്കൂളിൽ പോയി സ്പീച്ച് ഇടുന്ന സീനും പിന്നെ ഫ്ലാഷ് ബാക്കിലുള്ള സ്റ്റോറി മാത്രമാകുമെന്നാണ്. ഇനിയും ഇഷ്ടംപോലെ ടീമുണ്ട് പടം വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കാണും. ഈ വീഡിയോ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ ആകുമോ. അടുത്ത വീഡിയോയിൽ കാണാം.